വെൽക്കം ടു നീതാസ് ടേസ്റ്റ്ലാൻഡ്. നമ്മളിപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് തനി നാടൻ റെസിപ്പികൾ തന്നെയല്ലേ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാടൻ വിട്ടിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ. എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെയാണോ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഈ ഒരു ടേസ്റ്റിലാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ആ ഒരു ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്കും ഷെയർ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു. വേറെ ഭയങ്കര വലിയ റെസിപ്പി ഒന്നും അല്ല കേട്ടോ, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ ഡ്രാഗൺ ഗോബി എന്ന് പറയുമ്പോൾ നമുക്കത് ഡ്രൈ വേഷനിലും ചെയ്യാം, ഗ്രേവി ആയിട്ടും ചെയ്യാം. പക്ഷെ ഡ്രൈ ആയിട്ടും ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടറായിട്ടും ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വൈകുന്നേരം സ്നാക്കായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏത് സമയത്ത് കൊടുത്താലും വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിക്കാം. നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് ഒരു പ്രാവശ്യം ടേസ്റ്റ് കറക്റ്റ് നമ്മൾ എൻജോയ് ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡ്രാഗൺ ഗോബി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം വെയിറ്റ് നോക്കിയപ്പോൾ 1/2 കിലോ ഉണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1/2 കിലോ കോളിഫ്ലവർ, 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ സോസ് വേണം, സോയ സോസ് വേണം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മൈദപ്പൊടി, കോൺഫ്ലവർ. പിന്നെ നമുക്കിതിൽ വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ല. അപ്പോൾ ഞാൻ സ്പ്രിംഗ് ഓണിയന് പകരമായിട്ട് നമ്മുടെ മല്ലിയിലയുടെ തണ്ട് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, പഞ്ചസാര, കാശ്മീരി ചില്ലി പൗഡർ ഇതിൽ ഓപ്ഷണലാണ്. കളർ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഡിഷിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ എരിവും കുരുമുളക് പൊടിയുടെ എരിവും മാത്രം മതി നമ്മുടെ ഡിഷിന്. ഇതൊരു സ്പൈസി ആൻഡ് സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് പോലെ തന്നെ മധുരവും ഉള്ള ഡിഷാണ്. മധുരമുള്ള കറികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നമ്മൾ കോളിഫ്ലവർ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായി വാഷ് ചെയ്യുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. വെള്ളം നന്നായി വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ ഒരു 5 മിനിറ്റ് അതിലിട്ട് അടച്ചു വയ്ക്കുക. വീണ്ടും 4-5 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുക. അതുപോലെയാണ് നമ്മളിങ്ങനെ കോളിഫ്ലവർ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കോളിഫ്ലവർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ബാറ്റർ റെഡിയാക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ പാത്രം എടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് ആദ്യം മൈദപ്പൊടിയാണ്, അതുപോലെ തന്നെ കോൺഫ്ലവർ. കൂടുതൽ ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ അരിപ്പൊടി ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം, കോളിഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഈ പൊടികളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഒരുമിച്ച് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ തിക്കായിട്ടുള്ള ബാറ്ററും അല്ല, അതുപോലെ തന്നെ നന്നായി ഒന്ന് കോളിഫ്ലവറിൽ കോട്ടാവുക എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. കൂടുതൽ തിക്കായിട്ട് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചില്ലി ഗോബി ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തിക്കാവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സോയ സോസ് ചേർക്കുമ്പോൾ നമ്മുടെ കോളിഫ്ലവറിന് ആ സോയ സോസിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇപ്പോഴേ കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴേ നമ്മൾ ചേർക്കുന്നത്. ഇല്ല, ഇപ്പോൾ അധികം സോസിൻ്റെ ടേസ്റ്റ് അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ മാത്രം സോയ സോസ് ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ പീസസ് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോളിഫ്ലവർ ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഈ മിക്സിങ് തുടങ്ങുമ്പോൾ തന്നെ എണ്ണ ചൂടാക്കാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരുമിച്ച് മുഴുവൻ കോളിഫ്ലവർ ഇടുകയാണെങ്കിൽ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് ഇടുകയാണെങ്കിൽ ഇളക്കിയെടുക്കാൻ ഈസി ആയിരിക്കും. പിന്നെ നല്ല കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കോൺഫ്ലവറും അതുപോലെ തന്നെ മൈദപ്പൊടിയും ചേർക്കാം കേട്ടോ. ഞാൻ നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ തിക്കായിട്ടുള്ള കോട്ടിംഗ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില്ലി ഗോപിയൊക്കെ ചെയ്യുമ്പോൾ ബാറ്റർ റെഡിയാക്കിയ പോലെ നന്നായിട്ട് തിക്കായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കുക. നമ്മൾ ഉരുളി വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കറി റെഡിയാക്കുന്നതും സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ ഇതുപോലെയുള്ള റെസിപ്പീസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പരന്ന പാത്രങ്ങൾ യൂസ് ചെയ്യായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നിരത്തി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി പോലെയുള്ള പാത്രങ്ങളാണെങ്കിൽ ഇടുമ്പോൾ തമ്മിൽ ഒട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉരുളി വെച്ചത്. നോൺ സ്റ്റിക്കിൻ്റെ വൈഡായിട്ടുള്ള പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാനിലും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ, ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഒരുമിച്ച് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ എണ്ണ വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കോളിഫ്ലവറിൻ്റെ ഫസ്റ്റ് ബാച്ച് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സോയ സോസ് ചേർത്തതുകൊണ്ടാണ് ഇതുപോലെ ഈ ഒരു കളർ വന്നിരിക്കുന്നത് കോളിഫ്ലവറിന്. അപ്പോൾ സോയ സോസ് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോയ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ മുഴുവൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും എടുത്ത് മാറ്റട്ടെ. ഓരോ ബാച്ചായിട്ട് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ കോളിഫ്ലവർ കംപ്ലീറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഓരോ പീസായിട്ട് നമുക്ക് വിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് വിടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത്. ഗ്രേവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഗ്രേവി ആയിട്ടല്ല, ഇത് ഡ്രൈ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അധികം വേണ്ട കേട്ടോ, കുറച്ച് മതി. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർക്കണം. ഇതിൽ ഞാൻ ഇഞ്ചി ചേർക്കാറില്ല കേട്ടോ. എനിക്കെന്തോ ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടം തോന്നുന്നില്ല ഈ ഒരു റെസിപ്പിയിൽ. അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർക്കാത്തത്. അപ്പോൾ ഇഞ്ചി ചേർക്കണം എന്നുള്ള ആളുകൾക്ക് ഇഞ്ചി ചേർക്കാം. ഈ വെളുത്തുള്ളി ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ വറ്റൽമുളകും കൂടി ഒരുമിച്ച് ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളക് മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കളറ് ചേഞ്ച് ആയിപ്പോവും. പിന്നെ നമ്മൾ കോളിഫ്ലവറിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റ് അതിൽ വന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഈ സമയത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫൈനലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷൻ യൂസ് ചെയ്യാം. ഞാനപ്പോൾ സ്പ്രിംഗ് ഒണിയൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ചേർക്കേണ്ട ഒരു ടൈമാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇതിൽ നമ്മൾ ചില്ലി സോസ് ചേർക്കുന്നില്ല കേട്ടോ. ചില്ലി സോസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ചില്ലി സോസ് ചേർക്കാതെ നമ്മുടെ കുരുമുളക് പൊടിയുടെ എരിവൊക്കെ കൂടി വരുമ്പോഴാണ് ഈ ഒരു ഡ്രാഗൺ ഗോപി പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്നില്ല, പക്ഷേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സവോള സോട്ടായി വരാൻ കൂടുതൽ സമയമെടുക്കും. സവോള നമ്മൾ ഓവർ കുക്കായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ഞാനിപ്പോൾ കുറച്ച് ചെയ്തായിട്ട് 6-7 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ എണ്ണ കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ ഒരുമിച്ച് ഫ്രൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം പോകുന്നേ ഉള്ളൂ. പക്ഷേ എണ്ണ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കാൻ നല്ലത് ഇതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. 1 ടീസ്പൂൺ കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അതുപോലെ നമ്മൾ സവാളയൊക്കെ സോട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇടയിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി ഇത് ഇട്ടിട്ട് പോകേണ്ടി വരില്ല. നമുക്കത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ജോലി എളുപ്പമാകാനുള്ള വഴികളാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മുടെ സവാള ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്ര മതി. ഇതിൽ കൂടുതൽ ഇനി സവാള കുക്കാവേണ്ട ആവശ്യമില്ല.
ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാൻ പറഞ്ഞു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നതെന്നുള്ളത്. ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി കരിഞ്ഞു പോരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം കുറച്ചത്. ഇതിന് പകരം ഇപ്പോൾ പെർമിറ്റഡ് ഫുഡ് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ മാക്സിമം കളർ യൂസ് ചെയ്യാറില്ല, അതിന് പകരമാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സിൻ്റെയും ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് സോയ സോസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോസുകൾക്കൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാതിരുന്നത്. നമ്മളിനി അവസാനമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ ഉപ്പ് കൂടി പോരില്ലല്ലോ. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ്. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നതാണ് നമ്മുടെ പഞ്ചസാര. പഞ്ചസാര ചേർക്കുമ്പോൾ സാധാരണ റെസിപ്പിയിൽ ചേർക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു എരിവും മധുരവും ഒരുപോലെ തന്നെയുള്ള റെസിപ്പിയാണെന്നുള്ളത്. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം. ഈ ചൂടുള്ളതുകൊണ്ട് തന്നെ വേഗം തന്നെ മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും മെൽറ്റായി കഴിഞ്ഞു. നമ്മുടെ പൊടികളുടെ ആ ഒരു റോ സ്മെല്ലും റോ ടേസ്റ്റും എല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം ആ തിളച്ച വെള്ളം ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഗ്രേവി ആയിട്ടല്ല ഡ്രൈ വേർഷനായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഫ്ലവർ മാത്രം മിക്സ് ചെയ്ത് ഒഴിച്ചത്. വെള്ളം ചേർത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ഗ്രേവി ആക്കിയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിനി അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ വിട്ട് വരാത്ത കോളിഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് അടർത്തിയെടുക്കുക, രണ്ടായിട്ട് വെടിയിച്ചെടുക്കുക. ഒട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഡിഷിന് നല്ല കളറില്ല, അത്യാവശ്യം കളറുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കളർ ചേർക്കാത്ത ആ ഒരു കുറവേ ഉള്ളൂ, പക്ഷേ ഫുഡ് കളർ ചേർക്കണം എന്നൊന്നുമില്ല. ഈ ഒരു കളർ മതി. നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കളറൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും നല്ലത്. പിന്നെ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന പോലെ തന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇനി ഞാനിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ നമുക്ക് എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്. എരിവും മധുരമൊക്കെ ആവശ്യത്തിന് തന്നെ ഉണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കാണ്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഗോബി റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയുടെ തണ്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഗോബി നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കളർഫുൾ ആയിരിക്കും. ഇതിപ്പോൾ മല്ലിയിലയുടെ തണ്ട് ആയതുകൊണ്ടാണ് ഇത്തിരി ലൈറ്റ് കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ എരിവും മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് എരിവും മധുരവും കൂടുതൽ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതനുസരിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.